ഡ്രീം 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, മെയ് 5 നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളൊക്കെ അപേക്ഷിക്കേണ്ടതിൻ്റെ സമയം അല്ലേ? ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കർണാടകയുടെ മെഡിക്കൽ ആപ്ലിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. നീറ്റിൻ്റെ ഏറ്റവും അടുത്ത് തന്നെ വരും. അതുപോലെ തന്നെ കേരള മെഡിക്കലിൻ്റെത് വരും. നമുക്ക് കൗൺസിലിംഗ് സെൻട്രലൈസ്ഡ് ആണെങ്കിലും അപേക്ഷകളെല്ലാം മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ നമ്മളുടെ നീറ്റിൻ്റെ സാധ്യതകൾക്കനുസരിച്ചല്ല, നമ്മുടെ കുട്ടിയെ എവിടെയാക്കണം, ഏത് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലോട്ടാക്കണം എന്നുള്ളതനുസരിച്ച് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേരൻസിനെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണിത്. കാരണം ഏതൊരു കുട്ടികളും, അത് ഏത് ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അപേക്ഷകൾ സമർപ്പിക്കുമ്പോഴും അതിനനുസരിച്ച് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കാൻ പാകത്തിനുള്ള അപേക്ഷകൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അതിനൊക്കെ അപ്പുറത്ത് ഡ്രീം 720യിലേക്ക് എത്താനായിട്ടുള്ള ഒരു മോഡൽ പാക്കേജിലാണ് ബെർലിൻ സ്റ്റഡി സെൻറ്റർ. എൻറ്റയർ ബെർലിൻ്റെ ഫാക്കൽറ്റീസ് നിങ്ങളെല്ലാം ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും അതിൻ്റെ വീഡിയോ ഇവാലുവേഷൻ്റെ ഒക്കെ പുറകിലാണെന്ന് നിങ്ങൾക്കറിയാം. വർഷങ്ങളായിട്ട് ബെർലിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലോഗോയ്ക്ക് തന്നെ മാറ്റം വന്നിരിക്കുന്നത്. അതായത് ബ്രില്യൻറ്റിലൂടെ ഉള്ള ഡോക്ടർമാരുടെ എണ്ണം 1,00,000 എത്തുന്ന ഏറ്റവും ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മോഡൽ പാക്കേജാണ് നമ്മുടെ യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ രഹസ്യവും. അപ്പം എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു അജണ്ട? മാനേജ്മെൻറ്റ് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിലൊക്കെ ഏത് കുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരു മോഡൽ എക്സാം ക്രമീകരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ മെജോറിറ്റി കുട്ടികളുടെയും മനസ്സിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക? ഈ മോഡൽ എക്സാം പോലെ തന്നെ ആയിരിക്കുമോ നീറ്റ്? മോഡൽ എക്സാമിനേക്കാളും മുകളിൽ നിൽക്കുമോ നീറ്റ്, അതോ താഴെ ആയിരിക്കുമോ? ഇതുവരെ ഞങ്ങൾ എഴുതിയ വീക്ക്ലി എക്സാമിൽ നിന്ന് എന്താണ് മോഡൽ എക്സാമിനുള്ള മാറ്റം? കാരണം ഒരു പേരൻസ് കഴിഞ്ഞ ദിവസം വന്ന ഒരു പേരൻറ്റ് പറയുകയുണ്ടായി. കാരണം തീർത്തും ആവറേജ് ലെവൽ നിൽക്കുന്നൊരു കുട്ടിയാണ്, 250-300 ലെവലിലൊക്കെ നിൽക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ സാറേ, ഈ മോഡൽ എക്സാമുകളിലൂടെ മാത്രം അവർക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിൽ നല്ലൊരു കോളേജിൽ പ്രവേശനം സാധ്യമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ എല്ലാം അവലാതിയാണ് ഇനിയുള്ള ഈ 4 മാസക്കാലം നമുക്ക് ഏത് രീതിയിലാണ് പോകുന്നത്. അപ്പം അവരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും സർ. കാരണം നമ്മൾ ഇതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം, NCERT വേർഡ് ബൈ വേർഡ്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ്, എല്ലാ പ്രോബ്ലംസും എല്ലാ കോണ്ടൻസും ചെയ്ത് പഠിക്കണം എന്ന് പറയുമ്പോഴും ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന്, ഇപ്പോൾ ഒരു 280-300 മാർക്കിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഒരു MBBS സീറ്റ് കിട്ടണം. ആ ഒരു മെൻറ്റാലിറ്റിയോടുകൂടി അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവരെ, ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ, ഒരു ചാപ്റ്ററിൽ നമ്മളൊരു 500 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യൻ, ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ 100-150 പറഞ്ഞത്. 500 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ആ 500-ൽ നിന്നല്ലാതെ ഒരു ക്വസ്റ്റ്യനും അവർ പരീക്ഷയ്ക്ക് കാണരുത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ചില ചാപ്റ്റേഴ്സിന് ചില വർഷങ്ങളിൽ ഒരു അധിക വെയിറ്റേജ് ഗ്രാജുവലായിട്ട് ഒരു ഗ്രാഫിക്കൽ ഇൻക്രീസ് കാണുന്നുണ്ട്. അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് അനലൈസ് ചെയ്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തുന്നതെന്ന് കണ്ട് ഏറ്റവും സിലബസിലും മാറ്റമുണ്ട്. അപ്പോൾ NMCയുടെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് NCERT പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ NCERT അനുസരിച്ച്, NMCയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഇതുവരെ വലിയ കണ്ടന്റുകളൊന്നും കാണാപ്പാഠം പഠിച്ചില്ല, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 600-700 ലെവലിൽ അല്ലെങ്കിൽ പോലും 300 ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടി പോലും ഒരു 650 വരണം. അതിനുവേണ്ടി അവനെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നോക്കുക, നമ്മൾ ഈ മോഡൽ എക്സാമിലൂടെ ചെയ്യുമ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് മോഡൽ എക്സാമിലൂടെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു കണ്ടന്റിൻ്റെ 100-150 ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ മുമ്പിൽ കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് അവിടെ ബാക്കിയുണ്ട്. നമുക്കൊരു ചാപ്റ്ററിൻ്റെ 500-550 ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ വില്ലിങ്ങും ആയിരിക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും മറ്റു പല മോഡലുകൾ, കാരണം നിങ്ങൾക്ക് പ്രിപ്പറേറ്ററി മോഡൽ തരുന്നുണ്ട്, മറ്റേ അതർ ഗ്രൂപ്പിൻ്റെ മോഡലുകൾ തരുന്നുണ്ട്, വീക്കിലി എക്സാം നടത്തിയതുണ്ട്, ലേണിംഗ് ആപ്പിൽ മോഡലുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഡീഷണൽ എഫേർട്ടും കൂടെ എടുത്തുകൊണ്ട് വേണം നമുക്ക് ഈ പറയുന്ന
ഒരു വലിയ മാറ്റത്തിലേക്ക് ഉണ്ടാകാൻ അതും കൂടെ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ഒരു 1000 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താലേ 1000-ൽ നിന്നും 4 അല്ലെങ്കിൽ 500-ൽ 4 എന്ന് പറയുമ്പോൾ അത്രയും ക്വസ്റ്റ്യനുകളിലൂടെ തന്നെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് അറച്ചു നിൽക്കുന്നവർ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് സബ്ജക്റ്റിലേക്ക് തിരിച്ചു പോകൂ, കണ്ടന്റ് മനസ്സിലാക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ അത് തന്നെയായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് മോഡൽ എക്സാം കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. അത് സാരമില്ല, അപ്പോൾ കോൺഫിഡൻസ് കൂട്ടി കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവലിലേക്കുള്ള ക്വസ്റ്റനും കൂടെ ചെയ്ത് വേണം അവൻ മുന്നോട്ട് പോകാൻ. നേരെ മറിച്ച് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്, ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിയാൽ ആ കോൺസെപ്റ്റ് ആ ക്വസ്റ്റ്യൻ വച്ച് തന്നെ പഠിച്ച് അടുത്ത ലെവലിലേക്ക് മുന്നോട്ട് പോകണം. ഇനി അതിനും താഴെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും വളരെ നന്നായിട്ട് അതിന് ഏറ്റവും നല്ല മാർഗം പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്ത് ആ കോൺസെപ്റ്റ് ആ കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യനുകൾ കുറച്ചധികം തന്നെ ചെയ്തു പോകേണ്ടി വരും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ ഒരു 700 അല്ലെങ്കിൽ 650 റേഞ്ചിൽ നിൽക്കുന്ന ഒരു കുട്ടി 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കൂടി വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് അസ്യൂം അല്ലെങ്കിൽ ഒരു സെൽഫ് അനാലിസിസ് നിങ്ങൾ തന്നെ നടത്തേണ്ടി വരും. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എനിക്ക് ഈ ഈസി ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, മീഡിയം ലെവല് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നു, പക്ഷേ ഡിഫിക്കൽട്ടി ലെവൽ ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിങ്ങളുടെ പഠനത്തിൽ മാറ്റങ്ങൾ വരുത്തി അവിടെ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അത് അനലൈസ് ചെയ്യാൻ പറ്റൂ. കാരണം ചിലർക്ക് ഫിസിക്സിലാണെങ്കിൽ ചിലർക്ക് കെമിസ്ട്രിയിലായിരിക്കും, ചിലർക്ക് ബയോളജിയിലായിരിക്കും. അതെന്താണെന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടെ മെൻറ്റേഴ്സിനോടോ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിനോടോ വന്ന് ചോദിച്ച് അത് മനസ്സിലാക്കി അതെങ്ങനെ ഇനി കറക്റ്റ് ചെയ്യാം. കാരണം മാക്സിമം ഈസി ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് എനിക്ക് ഈസി അറിയാമല്ലോ അപ്പം ഞാൻ മീഡിയത്തിലോട്ട് നോക്കണ്ട എന്നൊരു അപ്രോച്ച് ഇല്ല. നിങ്ങൾ മീഡിയം ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യനിലേക്കായിരിക്കണം ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇനി മീഡിയം ലെവൽ ഓക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൂടുതൽ ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യനിലേക്കായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത്. ഇനി അത്യാവശ്യം നല്ല മാർക്കുണ്ട്, കോൺസെപ്റ്റുകളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് കെയർലെസ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനാണ്. കാരണം നമ്മുടെ ആ എയിം തന്നെ ഡ്രീം 720 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 720-ലേക്ക് എത്തേണ്ടത്. നമ്മളിപ്പം ഒരു 300, 350 അല്ലെ 280 റേഞ്ച് നിൽക്കുന്ന കുട്ടികളാണ് ഒരു ദിവസം ഒരു അഡീഷണൽ മോഡലും കൂടെ എഴുതി നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ 400, 500 ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഓഫ് ഡെയിലി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ്റെ എണ്ണം, ഡെയിലി ചെയ്യേണ്ട എണ്ണത്തിൽ വലിയൊരു മാറ്റങ്ങൾ, കുറച്ചും കൂടെ ഒരു മാറ്റം വരുത്തിയിട്ട് വേണം നമുക്കത് 650-ലോട്ട് എത്തിക്കാനായിട്ട്. അതുപോലെ തന്നെ 720 ഇപ്പം ടീച്ചർ പറഞ്ഞു തുടങ്ങിയത് അത് തന്നെയാണ്. അപ്പം നമുക്ക് 720-ലോട്ട് ഫോക്കസ് ചെയ്ത് നമുക്കറിയാം ഈ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നവരാണ് 720 ആ റേഞ്ചിലേക്ക്. അവർ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ഇപ്പം ടീച്ചർ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, കെയർലെസ് മിസ്റ്റേക്കുകൾ. അങ്ങനെ ആണെങ്കിൽ അവർ ഫോക്കസ് ചെയ്യേണ്ടത്, അവർ ഈ പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടത് ഇനിയുള്ള ഈ 15 മണിക്കൂറുകളെ എങ്ങനെയാണ് നന്നായിട്ട് ഉപയോഗിക്കേണ്ടത്? എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ അത് ഞാൻ പറയാൻ കാരണം, ഒരു കുഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞത്, മിസ്സേ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം പരീക്ഷ ഭയങ്കര എളുപ്പമാകുമ്പോൾ എൻ്റെ മാർക്ക് നന്നായിട്ട് കുറഞ്ഞു പോകുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ തന്നെ ഒരു 630 റേഞ്ചിലൊക്കെ വരുന്ന ആളാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് മാർക്ക് കുറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, പരീക്ഷ ഏറ്റവും എളുപ്പമായിട്ട് വരുന്ന സമയത്താണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം 7 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന നിങ്ങൾ അത്യാവശ്യം കോൺസെപ്റ്റും കണ്ടന്റും എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ ആ അറിയാമെന്നുള്ള തോന്നൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പകുതി വായിച്ചിട്ട് ബാക്കി എന്താണെന്നൊരു പ്രഡിക്ഷൻ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ബയോളജിയിലാണ് ആ ഒരു പ്രഡിക്ഷൻ കൂടുതലുള്ളതെന്ന്. കാരണം ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു ഹാഫ് വായിക്കുമ്പോൾ തന്നെ ബാക്കി നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം നിങ്ങൾ കുറേ നാളായിട്ട് അത്രയും ക്വസ്റ്റ്യനുകൾ കണ്ടവരാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ ഇത് ആ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതാൻ തുടങ്ങും. പക്ഷേ അവിടെയാണ് എഴുതി കഴിഞ്ഞ് ചിലപ്പോൾ ഓപ്ഷനും കൂടെ നോക്കി ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഞാനത് വായിച്ചത് അല്ലെങ്കിൽ അയ്യോ ഇതായിരുന്നില്ല എന്ന്. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ എന്താണ് വായിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അവിടെ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ്റെ മുഴുവൻ ഡെപ്തും മനസ്സിലാക്കിയിട്ട് കടന്നു പോകുക. കാരണം നിങ്ങൾക്കിനി കൺസെപ്റ്റ് പഠിക്കുകയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കെയർലെസ് മിസ്റ്റേക്കുകൾ, നെഗറ്റീവുകൾ ഒരു കാരണവശാലും വരുമ്പോൾ, കാരണം 720 ആണ്, നമുക്ക് അവളുടെ ഒരെണ്ണം പോലും തെറ്റാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ
ഏറ്റവും നല്ല രീതിയിൽ ഒരു ക്വസ്റ്റ്യനിലെ മാക്സിമം നമുക്കത് എന്താ പറയുക ആവാഹിച്ചെടുക്കാന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ എന്താണോ ആ ക്വസ്റ്റ്യൻ ഇടുന്നയാൾ മീനിങ് മനസ്സിലാക്കിയിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എടുക്കാനുള്ളൊരു പ്രാക്ടീസ്, അതാണ് നമ്മൾ കൂടുതൽ അതിനുവേണ്ടി മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങളുടെ കേസിൽ ഈസി എന്നോ മീഡിയം എന്നോ ഡിഫിക്കൽട്ട് എന്നോ ഒന്നും തന്നെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ NCERTയുടെ ഓരോ വരികളിലൂടെയും ഓരോ വാക്കുകളിലൂടെയും കടന്നു ചെന്ന് ഇൻ ഡെപ്തിൽ തന്നെ ചിന്തിച്ച് ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഇന്ന ടെക്സ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻ ചെയ്യണോ എന്നൊരു ക്വസ്റ്റ്യനും ഇല്ല. എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ സ്പീഡപ്പ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഓൾറെഡി കോൺസെപ്റ്റ് ഒക്കെ അറിയാം, കോണ്ടന്റ് ഒക്കെ അറിയാമെങ്കിൽ ഏറ്റവും ആ ചെറിയ ലിമിറ്റിൽ എത്രയും പെട്ടെന്ന് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ നമുക്ക് കത്തണം. എന്താ കാര്യം, എന്താ ക്വസ്റ്റ്യൻ, എന്താണ് ഓപ്ഷൻ, ഞാൻ എന്താണ് എഴുതേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. അവിടെ ഈ പറഞ്ഞ പോലെ ടൈം മാനേജ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യണം, വാച്ച് ഉപയോഗിക്കാതെ എഴുതുന്നത് പ്രാക്ടീസ് ചെയ്യണം, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എഴുതുന്നത് എങ്ങനെയെന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓരോ സബ്ജക്റ്റിനും ഞാൻ എത്ര സമയം കൊടുത്ത് എഴുതണം എന്നതുപോലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം 45 മിനിറ്റ് ഒരു സബ്ജക്റ്റിന് കൊടുക്കണമെങ്കിൽ ആ ഇമ്പോർട്ടൻസ് 45 മിനിറ്റ് അതിന് കൊടുത്തിരിക്കുക തന്നെ ചെയ്യണം. അത് ഈസി ആണെങ്കിലും മീഡിയം ആണെങ്കിലും വളരെ ഡിഫിക്കൽട്ടി ലെവലാണെന്നുണ്ടെങ്കിലും ആ സമയമേ അതിന് കൊടുക്കാവുള്ളൂ, ആ സമയം കൊടുത്തിരിക്കുകയും ചെയ്യണം. എപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഒരു റേഞ്ച് നിൽക്കുന്നവർ, അതായത് ഇപ്പോൾ 600-നും 650 റേഞ്ചൊക്കെ നിൽക്കുന്നവർക്ക് ഇതൊരു ഈസി ലെവലിലോട്ട് തോന്നും. 650 റേഞ്ചിലോട്ട് നിൽക്കുന്നവർക്ക് അറിയാം അവർ 720 ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി അവർ ഡീപ്പ് ഫോക്കസ്ഡ് ആണ്, നെഗറ്റീവ് വരുത്താൻ പാടില്ല എന്നുള്ളത് ഫോക്കസാണ്. പക്ഷേ 600, 650 അല്ലെ 550 റേഞ്ച് നിൽക്കുന്നവർക്ക് ഒരു ഈസി മൈൻഡുള്ള സമയമായിരിക്കും, നമുക്കിത് കിട്ടും എന്നൊരു മനസ്ഥിതി കൊണ്ടാണ് നിങ്ങൾക്ക് 100% ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ കിട്ടുകയും ചെയ്യും. പക്ഷെ 1-2 വ്യക്തികളെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമുക്ക് പ്രാക്ടീസ് കൊണ്ട്, അതായത് ഒരു ക്വസ്റ്റ്യന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ടൈം നമ്മൾ കൊടുക്കാതെ പോകും. നമ്മൾ 2 മണിക്കൂർ കൊണ്ട് മൊത്തം ക്വസ്റ്റ്യനെയും 180 ചോദ്യങ്ങളും ചെയ്തിട്ടിരിക്കും. എന്നിട്ട് മിച്ചമുള്ള 1-2 ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ സമയം ഉപയോഗിക്കും. അതിന് പകരം ഓരോ ക്വസ്റ്റ്യനും നമ്മൾ കൊടുക്കേണ്ട ആ റെസ്പെക്റ്റ് അത് പല രീതിയിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ടൈമിൻ്റെ കാര്യങ്ങളിലും ഡേറ്റയുടെ കാര്യങ്ങളിലും നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ നമ്മളുടെ കഴിവുകളും ആ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആ ഓരോ ടൈമിലും അതിൻ്റെ ആൻസറിലോട്ട് എത്തുന്നത്. അത് എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ളതിന് ഈ ഒരു റേഞ്ച് നിൽക്കേണ്ട കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞു, കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു, നമ്മൾ ആ ബോർഡറിൽ എത്തി നിൽക്കുന്നു. നാളെ നീറ്റ് എക്സാം നടത്തിയാലും നമുക്ക് ഉറപ്പാണ് നമുക്കിതിനപ്പുറത്തോട്ട് നമ്മൾ പോകും. അപ്പോൾ അവിടെ നമ്മളുടെ ഒരു അനാസ്ഥ ഉണ്ടാവരുത്. ഒരു ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടൈം നോക്കണം. അതോടൊപ്പം തന്നെ 200 ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കും എന്നൊരു ഉറപ്പ് നമ്മൾക്കുണ്ടായിരിക്കണം. ഓരോ ക്വസ്റ്റ്യനിലൂടെയും ഞാൻ കടന്നു പോയിരിക്കും. എനിക്ക് മാറ്റി വെക്കാൻ, കാരണം 720 എയിം ചെയ്യുന്ന നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യനും ഇല്ല. എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നുപോയി എല്ലാ ക്വസ്റ്റ്യനും എന്താണെന്ന് മനസ്സിലാക്കി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ കിട്ടിയാലേ നമ്മുടെ ഡ്രീം ഞങ്ങൾ എപ്പോഴും പറയും പോലെ ഇതിൻ്റെ മിഡിലിൽ കുറച്ച് കുട്ടികളെ ഇരുത്തി 720 എന്നുള്ള സ്വപ്നം അച്ചീവ് ചെയ്തവരുമായിട്ട് വേണം ഞങ്ങൾക്ക് റിസൾട്ട് വരുമ്പോഴൊരു എപ്പിസോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അതിന് നിങ്ങൾ വരുത്തുന്ന ചെറിയ ചെറിയ എററുകൾ നിങ്ങൾക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇനി നമ്മൾ ശ്രദ്ധ കൊടുത്തു വേണം ചെയ്യാൻ. കാരണം നമുക്കൊരു അഡ്മിഷൻ അല്ല വേണ്ടത്. ഒരു അഡ്മിഷൻ ആണെങ്കിൽ നമ്മൾ ഓക്കെ പഠിച്ചു, അത്യാവശ്യം ക്വസ്റ്റൻ ഒക്കെ ചെയ്ത് നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് കയറാം എന്ന് പറയാം. ഞാൻ പറഞ്ഞത് ഈ 600-650 നിൽക്കുന്നവർക്ക് ആ ഒരു മനസ്ഥിതിയാണ്. കാരണം എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ്. അത് പോരാ, തീർച്ചയായിട്ടും നമുക്ക് 2024 എൻട്രൻസിലൂടെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇനിയുമുള്ള 3 മാസക്കാലം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പം 600-650 നിൽക്കുന്നവർ നെഗറ്റീവിനെ എങ്ങനെയാണ് പേടിക്കേണ്ടത്? അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു 50% അറിയാവുള്ളൂ, അയാൾ ആ നെഗറ്റീവിനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ അതോ അത് എഴുതുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും പേടിക്കേണ്ടതായിട്ടുണ്ട്. ഈ 600-നും 650-നും ഇടയിൽ നിൽക്കുന്ന മെജോറിറ്റി കുട്ടികൾക്കും മാർക്ക് കുറഞ്ഞു പോകുന്നത് നെഗറ്റീവ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ്. നെഗറ്റീവ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ നെഗറ്റീവ്സ് വരുത്തുന്നതും
ബയോളജിക്കാണ്. അത് കാരണം രണ്ട് കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും ഉണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാനോ ഇത് തന്നെയാണോ ഞാൻ ഇതുവരെ വായിച്ച് വന്ന് കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണോ അതോ വേറൊരു ആംഗിളിൽ അതേ സെൻറ്റൻസ് അല്ലെങ്കിൽ വേറൊരു സാധനം ചോദിച്ചതാണോ എന്ന് അനലൈസ് ചെയ്യാനുള്ള ക്ഷമ പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ അത്രയും പ്രാവശ്യം കണ്ട ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഉള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ പറ്റിപ്പോകുന്നതാണ്. പക്ഷേ അവിടെ ഞാൻ എപ്പോഴും നിങ്ങളോട് എന്നെ കാണാൻ വരുന്ന കുട്ടികളോട് പറയുന്ന പോലെ തന്നെ പറയുന്നു, ഇനി ഉള്ള സമയം നമ്മളൊരു ആദ്യത്തെ 2 എക്സാമുകളെങ്കിലും നിങ്ങൾ 90 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് 88 ചെയ്താൽ മതി. പക്ഷേ ഈ 88 ക്വസ്റ്റ്യനും ഒരു കറക്ഷൻ പോലും ഞാൻ വരുത്തില്ല, ഒരു നെഗറ്റീവ് പോലും ഞാൻ വരുത്തില്ല എന്ന് കരുതി വേണം ചെയ്യാൻ. കാരണം ഇത് ഞാൻ മാർക്ക് കുറച്ച് മതി എന്ന് പറയാൻ കാരണം നിങ്ങൾ ആദ്യമായിട്ട്, കാരണം ഈ വെപ്രാളത്തിൽ ചെയ്തു പോകുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് വേഗത കുറച്ച് ഓരോ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുൻപും ഞാൻ എപ്പോഴും ഇച്ചിരി കെയർലെസ് ആണ്, നെഗറ്റീവ് വരുത്തുന്നുണ്ട്, എനിക്ക് ഇത്രയും നെഗറ്റീവ്സ് വന്നാൽ ശരിയാകില്ല എന്നൊന്ന് കോൺഷ്യസ് കൺട്രോളിൽ പറഞ്ഞുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് തന്നെ പരീക്ഷ എഴുതണം. ഒരു പരീക്ഷയ്ക്ക് ആദ്യത്തെ ഒരു മോഡലിന് നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും സാരമില്ല. പക്ഷേ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾക്ക് ഒരു നെഗറ്റീവും വരുത്താൻ പാടില്ല. അങ്ങനെ ഗ്രാജുവലി ആകുമ്പോൾ രണ്ടാമത്തെ പരീക്ഷയാകുമ്പോൾ നിങ്ങൾക്ക് ആ വിട്ടുപോയ ക്വസ്റ്റ്യനും കൂടെ കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 3ാമത്തെ എക്സാം ആകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് ഈ പറയുന്ന അതേ വേഗത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പ്രീ അസംഷൻസ് വേണ്ട. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നെഗറ്റീവിന്റെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇതുവരെ ഇപ്പം നീ കഴിഞ്ഞ 6 മാസക്കാലത്ത് എത്രത്തോളം പരീക്ഷകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് വന്നെന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഈ പറഞ്ഞ കാര്യം തന്നെയല്ലേ നമ്മൾ ആ ക്വസ്റ്റിനെ ശരിക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം കൊടുക്കാതെ ആൻസറിലോട്ട് പോയത് കൊണ്ടുള്ള നെഗറ്റീവാണ് അറിയാൻ മേലാതെ തെറ്റിച്ചതിനേക്കാളും കൂടുതൽ. അതായത് അറിയാവുന്നതായിരുന്നു നമ്മൾ തെറ്റിച്ചതെന്നുള്ളത് വളരെ വാസ്തവമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകും. അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ആ സെക്ഷൻ കൊടുക്കേണ്ടത്. അതെ, അതുപോലെ തന്നെ ഇനി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2-3 സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് വായിച്ചതിൽ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് എത്ര നമ്മൾ വായിച്ചെന്ന് പറഞ്ഞാലും ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ബയോളജിയിൽ. അപ്പം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തോന്നാം. അങ്ങനെ ഉണ്ടെങ്കിൽ തൽക്കാലം അതൊന്ന് അറ്റൻഡ് ചെയ്യാതിരുന്ന് അതിനെ കൃത്യമായിട്ട് പഠിച്ച് ഇനി ആ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ ഒരു പേജിൽ അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റിൽ നിന്ന് എന്ത് വന്നാലും ഞാൻ എഴുതുമെന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മൾ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് പരീക്ഷ എഴുതിയപ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ചോദിച്ചപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു പോയാൽ അവിടെ നിങ്ങൾ ഇത് ശരിയാകുമോ എന്ന് വിചാരിച്ച് തൽക്കാലം അറ്റൻഡ് ചെയ്യേണ്ട. അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഫൈനൽ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ട എന്നല്ല. ഫൈനൽ പരീക്ഷയ്ക്ക് അത് നിങ്ങൾക്ക് കറക്റ്റായി അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിനായി നിങ്ങൾ ഇപ്പോൾ വിട്ട ക്വസ്റ്റ്യനിൽ എന്തിനാണ് ഞാൻ വിട്ടത്, എന്തുകൊണ്ടാണ് എനിക്കത് വിടേണ്ടി വന്നത്, എന്താണ് ഞാൻ ഇത്രയും വായിച്ചിട്ടും അതെൻ്റെ മനസ്സിൽ കിട്ടാത്തതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി അതിനെ കൂടുതൽ ഉറപ്പിക്കുക. അതിന് ഈ പറയുന്ന പോലെ സെൽഫായിട്ട് വായിച്ച് മനസ്സിലാകുന്നില്ലെങ്കിൽ വീഡിയോ കാണാം. ഇനി അതല്ലെങ്കിൽ എപ്പോഴും പറയും പോലെ എല്ലാ പ്രൊഫസേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അവരോട് ചോദിച്ച് എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന്. ഇപ്പോൾ ചില കുട്ടികൾക്ക് സെൽഫായിട്ട് എന്താ തെറ്റിയെന്നൊരു സെൽഫ് അനാലിസിസ് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കൺസേൺ സബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസേൺ ഫാക്കൽറ്റീസിനെ കണ്ട് സർ എന്തുകൊണ്ടാണ് എനിക്കിത് തെറ്റിയത്, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് തെറ്റി വന്നത് എന്ന് അവരോട് ഡിസ്കസ് ചെയ്തു പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാം. ആ ഒരു തെറ്റ് 2ാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് 2ാമത്തെ പ്രാവശ്യം ഒരിക്കലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു തെറ്റ് വന്നാലും ഇത് ശരിയാണോ എന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യാതെ അതിനെ മാറ്റിവെച്ച് അതിൽ കറക്ഷൻ നടത്തുക. റിവിഷൻ സ്ട്രാറ്റജിയിൽ എപ്പോഴും അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മോഡൽ എക്സാം ഷെഡ്യൂൾ തുടങ്ങുന്നത് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയാണ്. അതിലൂടെ നമ്മൾ യൂണിറ്റ് എക്സാം ഏതാണ്ട് 8ഓളം യൂണിറ്റ് എക്സാമും അതിനുശേഷം കമ്പൈൻഡ് യൂണിറ്റും പിന്നെ ഓൾ യൂണിറ്റും ഒക്കെ വരികയാണ്. എല്ലാ ചാപ്റ്ററുകളും ധാരാളം സമയം നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇത് ജനുവരി ആദ്യത്തെ ആഴ്ച, അതായത് ഇനി ഒരു 2-2.5 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയോളവും ഓരോ വിദ്യാർത്ഥിക്ക് മുമ്പിലുമുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ. ബാക്ക്ലോഗ്സ് തീർക്കുക, അതായത് പഠിച്ചില്ല എന്നുള്ള ആ ഒരു രീതിയിൽ വീണ്ടും ഈ 3 ആഴ്ചയെ കാണുകയാണോ ചെയ്യേണ്ടത്, അതോ ഓരോ എക്സാമിനും ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള 4-5 ചാപ്റ്ററുകളുണ്ട്.
ആ ചാപ്റ്ററുകൾ പഠിക്കുന്നതാണോ ഇനിയുള്ള ഈ 3 ആഴ്ചക്കാലം ചെയ്യേണ്ടത്? അതായത് മോഡൽ എക്സാമിന് മുമ്പുള്ള ഈ സമയത്തെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? ഈ മോഡൽ എക്സാമിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒട്ടും അറിയില്ലായിരിക്കാം, ചില ചാപ്റ്റേഴ്സ് കുറച്ചറിയാം പക്ഷെ കുറച്ചറിഞ്ഞൂടാ. ആദ്യം നിങ്ങൾ തന്നെ അറിഞ്ഞൂടാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എത്ര ചാപ്റ്റേഴ്സ് എനിക്ക് അറിയില്ല, കംപ്ലീറ്റ് ആയിട്ട് അറിയാത്ത ചാപ്റ്റേഴ്സ്, കംപ്ലീറ്റ് ആയിട്ട് അറിയാത്ത ടോപ്പിക്സ്, കംപ്ലീറ്റ് ആയിട്ട് അറിയാത്ത കണ്ടൻറ്റുകൾ, അങ്ങനെ ഒരു ലിസ്റ്റ്. അതിന് ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയമൊന്നും എക്സ്ട്രാ സമയം പോയതായിട്ട് കരുതുകയേ വേണ്ട. അത് ഉണ്ടാക്കി വെച്ചിട്ട് ടോട്ടൽ ഡേയ്സ്, നിങ്ങൾക്കിനി എത്ര ഡേയ്സ് നിങ്ങളുടെ മുൻപിലുണ്ട്, അതിൽ നിങ്ങൾക്ക് എത്ര സമയം ഒരു ദിവസം വിനിയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾ എഴുതി വെക്കുക. കാരണം അവിടെ ഒരു പെർട്ടിക്കുലർ ടൈം ടേബിൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ചില കുട്ടികൾ 10 മണിക്കൂർ പഠിക്കുമ്പോൾ ചിലർ 14 മണിക്കൂർ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ എത്ര മണിക്കൂർ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാൻ വില്ലിങ് ആണ്, അതിൽ ഇൻറ്റു എത്ര ഡേയ്സ് നമുക്കുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു പ്ലാനർ തയ്യാറാക്കുക. ഈ പ്ലാനർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും സബ്ജക്റ്റിനും അതുപോലെ തന്നെ മാർക്സിനും കണ്ടന്റിനും പ്രയോറിറ്റി കൊടുക്കുക. അതിന് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ ബാക്ക് ലോസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഒരു കുട്ടി നല്ല സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ ആണെങ്കിൽ ഈ 3 ആഴ്ചക്കാലം ഈ കൂടുതൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ തന്നെയാണോ കടന്നു പോകേണ്ടത്? അതെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രയോറിറ്റി ഉള്ള ചാപ്റ്റേഴ്സ് റാദർ ദാൻ അവർക്ക് ഡിഫിക്കൽട്ടി എന്ന് തോന്നുന്ന ചാപ്റ്റർ. പ്രയോറിറ്റി ഉള്ള ചാപ്റ്റർ ചിലപ്പം നല്ല വെയിറ്റേജ്, ചാപ്റ്റർ വെയിറ്റേജ് അല്ലെങ്കിൽ മാർക്ക് വെയിറ്റേജ് കിട്ടുന്ന ചാപ്റ്റർ ചിലപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ആ കുട്ടിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ട്, ഞാൻ മറന്നു പോകും, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന ഭാഗങ്ങളെ ഏറ്റവും ആദ്യം നന്നായിട്ട് കൈപ്പിടിയിൽ ഒതുക്കുക. എന്നിട്ട് നമുക്ക് ഈസിയാണ്, ഒന്ന് വായിച്ചാൽ മതി കിട്ടും എന്നുള്ള ആൾക്കാരെ പതുക്കെ ഒന്ന് മാറ്റി വെക്കുക. കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കാനല്ല, എങ്കിലും ഇമ്പോർട്ടൻസ് നമുക്ക് ഡിഫിക്കൽറ്റി ഉള്ളതിനെ. കാരണം മോഡൽ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ അല്ലാതെ ഒരു ചാപ്റ്ററോ ഒരു കണ്ടന്റോ ആസ് സച്ച് പഠിക്കാനായി നിൽക്കരുത്. അതിന് വേണ്ടിയിട്ട് ഈ കിട്ടുന്ന സമയം മാക്സിമം നന്നായിട്ട് ഉപയോഗിച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കംഫർട്ട്, ചാപ്റ്റർ വെയിറ്റേജ്, പ്രയോറിറ്റി, നിങ്ങൾക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഒന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്ത് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി പോയാൽ 720 നിങ്ങൾക്ക് സ്വന്തം. തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമുക്ക് ആ ഡെയിലി ചെയ്യേണ്ട ഒരു റുട്ടീൻ ഉണ്ട്. ഇപ്പം NCERT വായിക്കേണ്ടതും ഡെയിലി പരീക്ഷ എഴുതേണ്ടതും ഒക്കെ ആവശ്യമുണ്ട്. അതിൻ്റെ എല്ലാം അപ്പുറമാണ് ഓരോ മാർക്കുള്ള കുട്ടികളും ഏത് രീതിയിലാണ് നമുക്ക് കംഫർട്ട് സോണിലോട്ട് പോകേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പം ഡ്രീം 720 നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവിൻ്റെ മാക്സിമം അത് നമുക്ക് മെയ് 5-ാം തീയതി ലഭിച്ചിരിക്കണം. മെയ് 5-ാം തീയതി അങ്ങനെ ലഭിച്ചിരിക്കണമെങ്കിൽ ഫെബ്രുവരി 4 മുതൽ നമുക്ക് എല്ലാ ദിവസവും മെയ് 5 എല്ലാ ദിവസവും നീറ്റ് എക്സാമാണ്. എല്ലാ അർത്ഥത്തിലും ഡ്രസ് കോഡിൽ, ടൈം മാനേജ്മെൻറ്റിൽ, ഓഫ്ലൈനായിട്ട് എഴുതുന്ന കാര്യത്തിൽ, എക്സാം സെൻറ്ററിൻ്റെ കാര്യത്തിൽ, പരീക്ഷയ്ക്ക് നേരത്തെ വരുന്ന കാര്യത്തിൽ, അവിടെ പരീക്ഷയ്ക്ക് നേരത്തെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യത്തിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം നമുക്ക് മെയ് 5 തന്നെ ആയിരിക്കണം. അങ്ങനെ വേണം നമ്മൾ ഡ്രീം 720യിലേക്ക്, നമ്മൾ ആ മാജിക് നമ്പറിലേക്ക് എത്തേണ്ടത്. അതെ, മോഡൽ എക്സാം തുടങ്ങുമ്പോൾ തൊട്ട് റീടേക്കുകൾ ഇല്ല. സോ മോഡൽ എക്സാം തുടങ്ങുമ്പോൾ തൊട്ട് ഓരോ ദിവസവും മെയ് 5 അതാണ്, നമുക്കതിന് റീടേക്കുകളില്ല. അപ്പോൾ ഓരോ ദിവസവും മെയ് 5 കണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലും റെഡിയായി 720ലേക്ക് എത്തും. ഒരു ടീം, ഒരു കുടുംബം തന്നെ നിങ്ങളുടെ പിന്നിലുണ്ട്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.